നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത് root of 2, there is no rational number whose square is 2. That means root of 2 is irrational എന്ന് പ്രൂവ് ചെയ്യണ്ടേ. root of 2 irrational എന്ന് പ്രൂവ് ചെയ്യണം. ഞാനിവിടെ കോൺട്രഡിക്ഷൻ മെത്തേഡാണ് അപ്ലൈ ചെയ്യാൻ പോണേ. അപ്പോൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? അതിന്റെ നേരെ ഓപ്പോസിറ്റ് അസ്യൂം ചെയ്യുന്നതാണ് കോൺട്രഡിക്ഷൻ മെത്തേഡിന്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ അസ്യൂം ചെയ്യാം. അസ്യൂം root of 2 is rational. root of 2 ഒരു റാഷണൽ നമ്പർ ആണെന്ന് അസ്യൂം ചെയ്യും. root of 2 റാഷണൽ നമ്പർ ആണെങ്കിൽ എന്താ പ്രത്യേകത നമുക്കറിയാലോ. therefore we can write, എങ്ങനെ എഴുതാം? root of 2 is equal to some m by n, where m and n are integers, where m and n are integers, z elements are. And ഇത് ലീസ്റ്റ് ആണ്. അതായത് കാരണം എനിക്കിങ്ങനെ ഒരു റാഷണൽ നമ്പർ 5/10 എന്ന് എഴുതാം. ഈ റാഷണൽ നമ്പർ തന്നെയല്ല 1/2 അല്ലെ. ഒരു റാഷണൽ നമ്പറിനെ 15/10 അത് തന്നെയാണ് 3/2. അപ്പോൾ ഇവയ്ക്കിടയിൽ കോമൺ ഫാക്ടർ ഉണ്ട്. ഇവിടെയും ഇവിടേക്കിടയിൽ കോമൺ ഫാക്ടർ ഉണ്ട്. പക്ഷേ ഇവിടെ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഇടയിൽ കോമൺ ഫാക്ടറുകളൊന്നുമില്ല. അതായത് ഇവ തമ്മിൽ റിലേറ്റീവ്ലി പ്രൈം ആണ്. ആൻഡ് GCD of m and n, അല്ലെ, GCD of m and n is equal to 1 എന്ന് വെച്ചാൽ അവയ്ക്കിടയിൽ എന്തില്ല? കോമൺ ഫാക്ടർ ഇല്ല. ഇനി അപ്പോൾ എമ്മിനും എന്നിനും ഇടയിൽ കോമൺ ഫാക്ടർ ഒന്നുമില്ല. അടുത്ത് സ്ക്വയർ ചെയ്യാം. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡ് സ്ക്വയർ ചെയ്താലോ? സ്ക്വയർ ചെയ്ത് എന്താവും? √2 സ്ക്വയർ is equal to m/n സ്ക്വയർ. √2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 2 അല്ലേ. m/n സ്ക്വയർ എന്താ? m സ്ക്വയർ ബൈ n സ്ക്വയർ. അപ്പോൾ ഇവിടെ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും? m സ്ക്വയർ is equal to 2n സ്ക്വയർ. ഇവിടെ ഈ 2n സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 2 അല്ലേ. മൾട്ടിപ്പിൾ ഓഫ് 2 നമ്മൾ എന്താ പറയുന്നത്? ഈവൻ നമ്പർ എന്നല്ലേ പറയുന്നത്. ദാറ്റ് ഈസ് m സ്ക്വയർ ഈസ് ആൻ ഈവൻ നമ്പർ. m square is an even number. m square is an even number. That is, m square is an even number. ശ്രദ്ധിക്കുക, ഒരാളുടെ സ്ക്വയർ ഈവൻ നമ്പർ ആണെങ്കിൽ ആ ആളും ഈവൻ ആയിരിക്കും. ആരുടെയെങ്കിലും സ്ക്വയർ ഈവൻ ആണെങ്കിൽ അയാൾ ഈവൻ ആയിരിക്കും. Therefore, m is also an even number. m is also an even number. m ഈവൻ നമ്പർ ആണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? m can be written as 2 into some integer അല്ലേ. 2 ന്റെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാം. for some integer k. for some integer k, k ന്റെ മൾട്ടിപ്ലൈ ആയിട്ട് m നെ എഴുതാം. ഇനി m സ്ക്വയർ is equal to 2n സ്ക്വയർ അല്ലേ. ഇക്വേഷൻ 1 നടത്താൻ അവിടെ m ന്റെ പ്ലേസിൽ 2k കൊടുത്താൽ എന്താവും? പുട്ട് m is equal to 2k in equation 1. Then equation 1 becomes m square, അതായത് 2k square is equal to എന്താണ്? 2n square അല്ലേ. 2n square. അപ്പോൾ ഇതെന്താണ്? 2 സ്ക്വയർ പറഞ്ഞാൽ 4 അല്ലേ. 4k square is equal to 2n square. n square is equal to എന്താവും? 2k square ആവും. അപ്പോൾ n square എന്തായി? 2 ന്റെ മൾട്ടിപ്പിൾ അല്ലേ. മൾട്ടിപ്പിൾ ഓഫ് 2. അപ്പോൾ n square എന്തായി? ദാറ്റ് ഈസ് n square ഈസ് ആൻ ഈവൻ നമ്പർ ആയി. n സ്ക്വയറും ഒരു ഈവൻ നമ്പർ ആയി. n സ്ക്വയർ ഈവൻ ആണെങ്കിൽ n എന്തായിരിക്കും? Therefore n is an even number.
എടോ ഇവിടെ നോക്കിയേ, നമ്മളോട് കോൺട്രഡിക്ഷൻ അപ്ലൈ ചെയ്തപ്പോൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? അതിന്റെ നേരെ ഓപ്പോസിറ്റ് അസ്യൂം ചെയ്തപ്പോൾ ഇവിടെ വന്ന സംഭവങ്ങളുണ്ടാവും. എം ഒരു ഈവൻ നമ്പർ ആണെന്നും വന്നു, എൻ ഒരു ഈവൻ നമ്പർ ആണെന്നും വന്നു. നമ്മുടെ അസംഷനിൽ എം ബൈ എൻ നോക്കിയേ, അല്ല എം ബൈ എൻ എന്ന് എഴുതിയാല് എം ബൈ എൻ എന്ന് എഴുതിയാല് എമ്മിന്റെയും ഇങ്ങനെ എം ബൈ എൻ എന്ന് എഴുതിയാല് എമ്മിന്റെയും എന്നിന്റെയും ജി സി ഡി ഒന്നാണ്. എന്ന് വെച്ചാൽ എമ്മിനും എന്നിനും കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. ഏറ്റവും ചെറിയ രൂപം എടുത്തിരിക്കുന്നത്. എമ്മിനും എന്നിനും കോമൺ ഫാക്ടേഴ്സ് ഇല്ല. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? എം ഒരു ഈവൻ നമ്പർ ആണ്, എന്നും ഒരു ഈവൻ നമ്പർ ആണ്. എന്ന് വെച്ചാൽ അവയ്ക്കിടയിൽ കോമൺ ഫാക്ടർ ഉണ്ടെന്നല്ലേ. ഈവൻ നമ്പർ, രണ്ട് ഈവൻ നമ്പറിനിടയിൽ മിനിമം 2 എങ്കിലും കോമൺ ഫാക്ടർ ആവൂലേ. That is m and n are even numbers. That is m and n are even numbers. M and n are even numbers, which implies m ഉം n ഉം ഈവൻ നമ്പർ ആണ്. ഇവിടെ നിന്ന് മനസ്സിലാക്കും ജി സി ഡി ഓഫ് എം എന്താ, അവർ കോമൺ, ഉറപ്പായിട്ട് കോമൺ ഫാക്ടർ 2 എങ്കിലും ആവും മിനിമം. അപ്പോൾ എമ്മിന്റെയും എന്നിന്റെയും ജി സി ഡി എന്തല്ലാതാവും? 1 അല്ലാതാവും. നമ്മൾ ജി സി ഡി 1 എന്നാണ് അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്. ജി സി ഡി 1 ആയിട്ടുള്ള ആൾക്കാരെയാണ് എം ബൈ എൻ എന്ന ഫോമിൽ എടുത്തിരിക്കുന്നത് അല്ലേ. ഇവിടെ ജി സി ഡി എം ബൈ എൻ √2 റാഷണൽ എന്ന് പറഞ്ഞപ്പോൾ √2നെ എം ബൈ എൻ സ്മാളസ്റ്റ് ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. അവയ്ക്കിടയിൽ കോമൺ ഫാക്ടർ ഒന്നും ഇല്ല എമ്മിനും എന്നിനും ഇടയിൽ. പക്ഷെ നമുക്ക് എന്ത് കിട്ടി? എമ്മും ഒരു ഈവൻ നമ്പറാണ്, എന്നും ഒരു ഈവൻ നമ്പറാണ്. അപ്പോൾ അവയ്ക്കിടയിൽ കോമൺ ഫാക്ടർ ഉണ്ടെന്ന് കിട്ടി. Therefore our assumption is wrong. അല്ലേ? Is a contradiction to our assumption. അല്ലെ, തെറ്റായ വഴിയിലൂടെ പോയതുകൊണ്ടല്ലേ തെറ്റായ സ്ഥലത്ത് എത്തിച്ചേരേണ്ടി വന്നേ. It is a contradiction to our assumption. നമ്മുടെ അസംഷൻ എന്തായിരുന്നു? √2 റാഷണൽ എന്നായിരുന്നു നമ്മുടെ അസംഷൻ. That is, our assumption is wrong. Our assumption is wrong. Hence, √2 is not rational. √2 is irrational. √2 is irrational number. ഇനി സെറ്റിന്റെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം സെറ്റ് എന്ന് വെച്ചാൽ എന്താണ്. നമുക്കിവിടെ ആണെങ്കിൽ ഹോംവർക്കായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. പ്രൂവ് ദാറ്റ് √3 is rational. ഇനി സെറ്റ്സിന്റെ കാര്യം അവർ പറയുന്നുണ്ട് അടുത്ത സെക്ഷനിലെ, അടുത്ത ചാപ്റ്ററിൽ തന്നെ. ആദ്യത്തെ ചാപ്റ്റർ വലിയ പ്രാധാന്യം അവർ കാണിക്കുന്നില്ല. സെറ്റ്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്ട് ഓബ്ജക്ട്സ്. അല്ലെങ്കിൽ സെറ്റ് ഈസ് എനി കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് and these objects are called elements, and these objects are called elements. Elements of the set. നമുക്കറിയാം
if A and B are any two sets, then what is A union B? A union B define ചെയ്യുന്നത് എങ്ങനെയാണ്? Set of all x, അല്ലേ? Set of all x such that ആയിരിക്കും x എയിലും ഉണ്ട് or x element of B, അല്ലേ? എയിലും ബിയിലും ഉള്ള എല്ലാ എലമെന്റ്സും ഉണ്ട്. അതേപോലെ A intersection B എന്ന സെറ്റ് നമുക്കറിയാലോ. What is A intersection B? Set of all x such that x എയിലുണ്ട് ആൻഡ് രണ്ടിടത്തും ഉണ്ടാവും. രണ്ടിടത്തും കമ്പൽസറി ആയിട്ടുള്ള എക്സുകൾ മാത്രം എടുക്കും. ഇന്റർസെക്ഷൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദി എലമെന്റ്സ് ഓഫ്, അതുപോലെ തന്നെ എ കോംപ്ലിമെന്റും ഉണ്ടല്ലോ. എ കോംപ്ലിമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് എക്സ് എവിടെ ഉണ്ടാവാൻ പാടില്ല? എക്സ് നോട്ട് എലമെന്റ് ഓഫ് എ ആണ് കോംപ്ലിമെന്റ് ഓഫ്, അല്ലെ? കോംപ്ലിമെന്റ് ഓഫ് എ, PLE ആണ് കോംപ്ലിമെന്റ്, PLI ഇട്ടുള്ള കോംപ്ലിമെന്റ് ഓഫ് എ കോംപ്ലിമെന്റ്. Determining the elements of the set. Determining the elements of the set. S is equal to set of all R element of Q. Rational numbers ആണ്. Set of all R element of Q such that R square less than 2. അതായിരിക്കും ഇവിടെ റാഷണൽ നമ്പേഴ്സ് ആണ്. 2-നേക്കാളും ചെറിയ റാഷണൽ നമ്പേഴ്സ്, 2-നേക്കാളും ചെറിയ റാഷണൽ നമ്പേഴ്സ്, 2-നേക്കാളും ചെറിയ റിയൽ, 2-നേക്കാളും ചെറിയല്ലോ, √2-നേക്കാളും ചെറിയ അല്ലേ? ആർ സ്ക്വയർ ലെസ് ദാൻ 2 അല്ലേ? 2 ഒരാളുടെ ഒരു റാഷണൽ നമ്പറിന്റെ സ്ക്വയർ ഇപ്പോൾ ഇങ്ങനെയാണെങ്കിലോ, ഇഫ് S is equal to R element of R such that R square less than 2 എന്ന് വെച്ചാലോ, ഇങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 0, 1, 2, -1, -2. R square less than 2 means ഇതിനെ തന്നെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്താൽ set of all R element of R such that R less than plus or minus root, അല്ലേ? സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരണം? √2-നേക്കാളും ചെറുത് വരണം, അല്ലേ? -√2 ഇവിടെ ആയിരിക്കണം, +√2 ഇവിടെ ആയിരിക്കണം. അതാണ് -√2 വരുന്നത്. ഇവിടെയാണ് +√2 വരുന്നത്. നോക്കണേ, ഈ ആൾക്കാരുടെയൊക്കെ സ്ക്വയർ എടുത്താൽ എന്തേ വരുള്ളൂ? ഇവിടെ ഓപ്പൺ ആയിട്ട് എടുക്കണേ. ഈ ആൾക്കാരുടെയൊക്കെ സ്ക്വയർ എടുത്താൽ എന്തേ വരുള്ളൂ? ഈ ആൾക്കാരുടെയൊക്കെ, ഇതിനകത്തുള്ള ആൾക്കാരുടെയൊക്കെ സ്ക്വയർ എടുത്താൽ 2-നേക്കാളും ചെറുതല്ലേ വരുള്ളൂ. അപ്പോൾ ആക്ച്വലി ഈ സെറ്റ് എന്നുള്ളത് ഓപ്പൺ ഇന്റർവൽ -√2, √2 ആണ്. ഇത് R ആണെങ്കിലാണ്. ഇവിടെ നമ്മുടെ Q അല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ഞാൻ ഇവിടെ എസിന് പകരം K നോക്കാം, കൺഫ്യൂഷൻ വന്നാലോ. ഇഫ് K is equal to K എന്ന സെറ്റ്. ഇനി അപ്പൊ എസ് ആരാണ്? എടോ, K എന്ന് പറഞ്ഞാൽ √2 ഓപ്പൺ ഇന്റർവൽ -√2, √2 ആണ്. എന്ന് വെച്ചാൽ -√2-നും √2-നും ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സിന്റെയും കളക്ഷൻ ആണ് K. എസ് എന്ന് വെച്ചാൽ ആരാണ്? സെറ്റ് ഓഫ് ഓൾ R in Q such that rational number R square less than 2. ഇതിന്റെ മീനിങ് എന്താ? ഈസ് ദ, ആരും വരൂടെ? ഒന്ന് പറഞ്ഞേ, ഒരാൾ പറഞ്ഞേ. ഇതിനകത്തുള്ള എല്ലാ എലമെന്റ്സും ഉണ്ടാവോ? ഇവിടെ -√2-നും √2-നും ഇടയ്ക്കുള്ള എല്ലാ നമ്പേഴ്സും ഉണ്ടല്ലോ ഇവിടെ Kയിലാണെങ്കിൽ.
പക്ഷെ എസ്സിൽ വരുമ്പോഴോ കെയിൽ വന്നപ്പോൾ 6 വന്നത്, റിയൽ നമ്പേഴ്സ് ആണോ? ഇവിടെ എസ്സിൽ റാഷണൽ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഉണ്ടാവില്ലല്ലോ. ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇസ് ദ സെറ്റ് ഓഫ് റാഷണൽസ്. എല്ലാവരും ഇല്ല. -2നും 2നും ഇടയ്ക്കുള്ള റാഷണൽസ് മാത്രമേ ഉള്ളൂ. കുറെ ചില ഏത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും, ഏത് രണ്ട് റാഷണൽ നമ്പേഴ്സിനിടയിൽ ഒരു ഇറാഷണൽ നമ്പർ ഉണ്ടാവും, ഏത് രണ്ട് റാഷണൽ നമ്പേഴ്സിനിടയിൽ ഒരു റാഷണൽ നമ്പർ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ എല്ലാ ആൾക്കാരും ഉണ്ടാവില്ല, ഇടയ്ക്കിടയ്ക്കുള്ള ആൾക്കാരും ഉണ്ടാവില്ല. ഇതിനകത്തുള്ള ഇറാഷണൽസ് ഒഴികെ ബാക്കിയെല്ലാം ഉണ്ടാവും. സെറ്റ് ഓഫ് ഓൾ റാഷണൽസ് in between set of all rationals in between -√2 and +√2. ശരിയല്ലേ? ഓ എസ് എന്ന് വെച്ചാൽ -√2നും +√2നും ഇടയ്ക്കുള്ള റാഷണൽ നമ്പേഴ്സ് മാത്രമേ ഉണ്ടാവൂ. പക്ഷെ ഇവിടെ റാഷണൽ ക്യൂ ആണെന്ന്, ക്യൂന് ഒരു 6 തന്നാൽ അതെന്തായിരിക്കും? ഓപ്പൺ ഇന്റർവൽ -√2 ആയിരിക്കും. നമ്മൾ ഇനി ഇത് കുറെ കഴിയുമ്പോൾ വളരെ കാര്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അടുത്തൊരു ക്വസ്റ്റ്യൻ. Let A1 is equal to set 1, 2, 3, etc. natural numbers. അല്ലേ? A2 is equal to set 2, 3, 4, etc. A3 set 3, 4, 5, etc. ഇങ്ങനെ പോകും. A3, A4, A5, etc. in general. an എങ്ങനെയായിരിക്കും? ഇവിടെ A1 എന്ന് വെച്ചാൽ 1 മുതലുള്ള നാച്ചുറൽ നമ്പേഴ്സ്, A2 എന്ന് വെച്ചാൽ 2 മുതലുള്ള നാച്ചുറൽ നമ്പേഴ്സ്, A3 എന്ന് വെച്ചാൽ 3 മുതലുള്ള നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ an n+1, n+2, etc. അല്ലെ? ഫോർ ഈച്ച് നാച്ചുറൽ നമ്പർ n. ഇവിടെ കണ്ട ഇത് ഒരു വലിയ പെട്ടിക്കകത്ത് A1 എലമെന്റ്സിനെ വെച്ചെങ്കിൽ അതിനകത്തല്ലേ A2 ഉണ്ടാവുള്ളൂ. കാരണം A2ൽ 1 ഇല്ല, A3ലോ 1ഉം 2ഉം ഇല്ല. അപ്പോ A3 ഇതിനകത്താ വരിക. ശരിയല്ലേ? ഇത് A1, ഇവിടെ A2, ഇത് A3, ഇനി ഇതിനകത്ത് A4, A5, A6 അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോ ഇവിടെ ഒരു നെസ്റ്റഡ് ചെയിൻ ഓഫ് സെറ്റ്സ് എന്നാണ്. The result is a nested chain of sets. A1 സൂപ്പർ സെറ്റ് ആണ് അല്ലേ? A2 A2നേക്കാളും വലുതാണ് A1, A3നേക്കാളും വലുതാണ് A2, എക്സെട്ര. നോക്കിയേ, എന്താണ് യൂണിയൻ AN ആൻഡ് ഇന്റർസെക്ഷൻ AN? ഫൈൻഡ് യൂണിയൻ AN ആൻഡ് ഇന്റർസെക്ഷൻ AN. യൂണിയൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ n is equal to 1 to infinity ആണ്. ഇവിടെയും n is equal to 1 to infinity ആണ്. എന്തായിരിക്കും? പറയാമോ അതിന്റെ ആൻസർ എന്തായിരിക്കും? എന്തായിരിക്കും ഇതിന്റെ ആൻസർ? മനസ്സിലായില്ലേ? വാട്ട് ഈസ് യൂണിയൻ AN? n is equal to 1 to infinity. യൂണിയൻ AN എന്ന് വെച്ചാൽ എന്താണ്? A1 യൂണിയൻ A2 യൂണിയൻ A3 യൂണിയൻ
A4 യൂണിയൻ എക്സെട്ര അല്ലേ, എക്സെട്ര യൂണിയൻ AN യൂണിയൻ എക്സെട്ര. എന്നിന്റെ വാല്യൂ 1 to ഇൻഫിനിറ്റി ആവണേ, ശരിയാണോ? ആരാണ്ട് ഇവിടെ ആരാ പോണേ നോക്ക്. ഇതല്ലേ A1, അടുത്ത് ഇതിനകത്തല്ലേ A2 പറഞ്ഞേ, ഇതല്ലേ A2, ഇതിനകത്തല്ലേ A3 പറഞ്ഞേ, ഇതിനുള്ളിലല്ലേ A4 പറഞ്ഞേ, ഇനി ഇതിനുള്ളിലല്ലേ A5 പറഞ്ഞേ, അങ്ങനല്ലേ പോണേ. ഇടോ പറയടോ, ഫുൾ യൂണിയൻ എടുത്താൽ എന്ത് വരുമോ? A1 യൂണിയൻ A2 യൂണിയൻ A3 യൂണിയൻ A4 യൂണിയൻ ഫുൾ ആൾക്കാരും വരൂലേ, ശരിയല്ലേ? ഈക്വൽ ടു ആരാ, ഈക്വൽ ടു എക്സ് അല്ലേ, സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് AI ഫോർ ഓൾ I is equal to 1 2 3 അങ്ങനെ പോകുന്ന A1 A2 A3 എക്സെട്ര. ആരായിരിക്കും ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ? യൂണിയൻ AN എന്തായിരിക്കും? ഗൂഗിളേ അഭിഷേകം ഉണ്ടോ? അഭിഷേകം പറഞ്ഞ ഇതിന്റെ ആൻസർ എന്താ? യൂണിയൻ AN എന്തായിരിക്കും? നമ്മൾ പണ്ട് ഫസ്റ്റ് സെമ്മിൽ പറഞ്ഞിട്ടുള്ളതാ. യൂണിയൻ AN എന്തായിരിക്കും? അഭിഷേകേ, അക്ഷയ് കുമാർ പറഞ്ഞേ, അക്ഷയ് കുമാർ A1 അല്ലേ, A1 ആയിരിക്കും. കാരണം A1 ആണല്ലോ ഏറ്റവും വലുത്, അപ്പോൾ A1 ആൾക്കാരുണ്ടാവണമല്ലോ, ബാക്കിയെല്ലാം ചെറുതല്ലേ. അടുത്ത് രണ്ടാമത്തെ ഇന്റർസെക്ഷൻ ANO, N is equal to 1 to infinity. ഇന്റർസെക്ഷൻ N is equal to 1 to infinity. ANന്റെ മീനിങ് എന്താ? A1 N വേരി ചെയ്യുന്നത് 1 to infinity ആണ്. A1 ഇന്റർസെക്ഷൻ A2 ഇന്റർസെക്ഷൻ A3 ഇന്റർസെക്ഷൻ അല്ലേ, എങ്ങനെയല്ലേ പോണേ? ഇതിന്റെ ആൻസർ എന്തായിരിക്കും ഇവിടെ? ഇതിന്റെ ആൻസർ എന്താവും? is equal to set of all x അല്ലേ, such that x element of AI for all ഇവിടെ എഴുതുമ്പോ ഇങ്ങനെ എഴുതിയാൽ മതി. ഇവിടെ എഴുതുമ്പോ x such that x element of A1 or x element of A2 or x element of A3 etc. ഇവിടെ for all AI, x element of AI for all AI. X element of A such that x element of AI for all I is equal to 1 2 etc. എല്ലായിടത്തും ഉണ്ടാവണം, A1 ഉണ്ടാവണം, A2 ഉണ്ടാവണം, A3 ഉണ്ടാവണം. ഇപ്പോൾ
നമുക്ക് നോക്കണേ A1-ലുള്ളതിൽ 1 ഇല്ല. അപ്പോൾ എന്തായാലും ഇന്റർസെക്ഷനിൽ 1 കാണൂല അല്ലേ? കാരണം A2-ൽ 1 ഇല്ലല്ലോ. A1-ഉം A2-ഉം കൂടി ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ 1 ഇല്ല. അടുത്ത് A2 A3 ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ആരില്ല? 2 ഇല്ല. 3 മുതലേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ ആദ്യത്തെ ആൾക്കാരെ ഇതും കട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടല്ലോ, ഇങ്ങനെ കട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെ ചെന്ന് എത്തിച്ചേരും നമ്മൾ? എന്താണ് ഇതിന്റെ ആൻസർ? ആഷ്ടില്ലേ, ഇതിന്റെ ആൻസർ എന്താ? ഇതിന്റെ ആൻസർ എന്താണ് പറയില്ലേ? ഇതിന്റെ ആൻസർ എന്താവും? എല്ലായിടത്തും കോമൺ ആയിട്ടുള്ള ഒരു എലമെന്റ് ഇവിടെ ഉണ്ടാവില്ല അല്ലെ? ഇത് എം ഡി സെറ്റ് ആയിരിക്കും. എല്ലായിടത്തും കോമൺ ആയിട്ടുള്ള എലമെന്റ് ഇവിടെ ഉണ്ടാവില്ല, അത് എം ഡി സെറ്റ്. നോട്ട് ഡി മോർഗൻസ് ലാ കേട്ടിട്ടുണ്ടോ? ഡി മോർഗൻസ് ലാ. അത് എന്നിലല്ലേ ഉള്ളൂ. നമുക്കിവിടെ ഇൻഫിനിറ്റി വരെ പോവുകയല്ലേ? അയ്യോ, എന്നെന്ന് പറഞ്ഞാൽ വേരി ചെയ്യല്ലേ? എന്നെന്ന് പറഞ്ഞാൽ ഫിക്സഡ് അല്ലല്ലോ. എന്നെന്ന് പറഞ്ഞാല് വേരി ചെയ്യുന്നതല്ലേ? അതായത് A1-ൽ 1 ഉണ്ട്. അടുത്ത് അല്ല, AN+1-ൽ ആരില്ല? എന്നില്ല. AN+2 ആരില്ല? AN+2-ൽ ആരില്ല? N-ഉം N+1-ഉം ഇല്ല. ശരിയാണുണ്ടോ? അതായത് എന്ന വാല്യൂ എവിടെ വരെ പോകുന്നുണ്ട്? ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. A1 എടുക്കുന്നുണ്ട്, A2 എടുക്കുന്നുണ്ട്, എക്സെട്ര. AN എടുത്തിട്ടുണ്ട്. അയ്യോ, എന്നെന്ന് എന്നെന്ന് പറയുന്നത് എന്താണ്? അത് എന്നെന്ന് ഉദ്ദേശിക്കുന്നത് ഞാനിവിടെ എന്നിന് പോലെ I കൊടുക്കണം. എന്നവിടെ നമുക്ക് പ്രസക്തമുള്ള കാര്യമേ അല്ല. എന്നെന്ന് വെച്ചാൽ ഒരു നമ്മൾ ജനറലായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. ജനറലായിട്ട് പറയാൻ വേണ്ടി പറഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ I എന്ന് കൊടുക്കാം. I is equal to 1 to infinity. അപ്പൊ അതൊരു റെപ്രസെന്റേഷൻ ആണ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻഡിജറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ ആരില്ല? ഇങ്ങനെ ഇൻഫിനിറ്റ് എനിക്ക് 50 പറയാൻ പറ്റുമെങ്കിൽ ഓക്കെ. നീ പറഞ്ഞതുപോലെ A1 ഇന്റർസെക്ഷൻ, A2 ഇന്റർസെക്ഷൻ എക്സെട്ര A50 വരെയാണ് പറയുന്നുവെങ്കിൽ എനിക്ക് അവിടെ 50 മാത്രം കിട്ടും. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. ഫൈനൈറ്റ് A50-ൽ അവസാനിക്കുന്നില്ലല്ലോ. ഇതിങ്ങനെ എക്സെട്ര പറയല്ലേ, ഇൻഫിനിറ്റി വരെ പോവുകയല്ലേ? ഇത് ഇൻഫിനിറ്റി വരെ പോവുകയല്ലേ? എന്നിന്റെ വാല്യൂ 1 മുതൽ ഇൻഫിനിറ്റി വരെ പോവുകയല്ലേ? അപ്പോൾ A50 ആണെങ്കിലും ഓക്കെ. അടുത്ത് ഞാൻ ഇന്റർസെക്ഷൻ A51 എടുത്താൽ എന്തേ വരുള്ളൂ? 51 വരുള്ളൂ. ഞാൻ N വരെ 51 വരെ അല്ലല്ലോ എടുക്കുന്നത്, ഇത് ഇൻഫിനിറ്റി വരെ എടുക്കുകയല്ലേ? ഇതിങ്ങനെ ഇൻഫിനിറ്റി വരെ പോവുകയല്ലേ? അതുകൊണ്ട് ആരെ intersection n is equal to 1 to infinity an. ഇവിടെ n എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താ? n ഇവിടെ വേരിയാണ്. ആദ്യം 1 ആവും, അടുത്ത് 2 ആവും, അടുത്ത് 3 ആവും അല്ലെ? എന്നിന്റെ വാല്യൂ 1 കൊടുക്കുമ്പോഴല്ലേ ഇത് വരണേ. ഇന്റർസെക്ഷൻ എന്നിന്റെ വാല്യൂ 2 കൊടുക്കുമ്പോൾ A2, ഇന്റർസെക്ഷൻ എന്നിന്റെ വാല്യൂ 3 കൊടുക്കുമ്പോൾ A3, എന്നിന്റെ വാല്യൂ 4 കൊടുക്കുമ്പോൾ A4 എക്സെട്ര അങ്ങനെ പോകണം. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഇൻഫിനിറ്റ് കളക്ഷൻ ഇവിടെ അവസാനിക്കുന്നില്ല. അപ്പൊ A4 വരെ അവസാനിക്കുന്നുവെങ്കിൽ 4 വരും അല്ലെ? 4 അല്ല, ആര് വരും? ഇവിടെ ഞാൻ എഴുതിയ തെറ്റാണ്. A1 ഇന്റർസെക്ഷൻ A2 ഇന്റർസെക്ഷൻ എക്സെട്ര ഇന്റർസെക്ഷൻ A10 ആണെങ്കിൽ, അല്ലെങ്കിൽ A50 ആണെങ്കിൽ 50, 51, 52 എക്സെട്ര ഇവരെല്ലാവരും ഇവിടെ കാണും, ഈ ഇന്റർസെക്ഷനിൽ കാണും. ശരിയല്ലേ? കാരണം A1-ൽ എല്ലാ ഇന്റീജേഴ്സും ഉണ്ട്. A50-ൽ 50 മുതലുള്ളതേ ഉള്ളൂ. അപ്പോൾ ആക്ച്വലി എന്ത് തന്നെ കിട്ടും?
A50 വരെയുള്ള ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ആരെ കിട്ടും? A50 കിട്ടും, ശരിയല്ലേ? A1 ഇന്റർസെക്ഷൻ A2 ഇന്റർസെക്ഷൻ എക്സെട്ര ഇന്റർസെക്ഷൻ A50 എന്ന് പറഞ്ഞാൽ A50 കിട്ടും. പക്ഷെ ഇത് ഇൻഫിനിറ്റ് പോവുകയല്ലേ, ഇൻഫിനിറ്റ് ടൈംസ് പോകുന്നു. A1 ഇൻഫിനിറ്റി വരെയുള്ള ആൾക്കാരുണ്ട്. ഇൻഫിനിറ്റി മീൻസ് നമുക്ക് അങ്ങേറ്റം കാണാൻ പറ്റും. ഇവിടെ n ഇവിടെ പ്രസക്തമല്ലാന്നേ. n എന്നുള്ളത് എന്താണ്? n ഒന്ന് വേരി ചെയ്യുന്നതാണ്. n-ന് എന്ത് വേണം കൊടുക്കാം. n-ന് 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം, 4 കൊടുക്കാം, 5 കൊടുക്കാം, എക്സെട്ര. n ഇവിടെ വേരി ചെയ്യാം. അപ്പൊ n എന്നുള്ളത് ഇനി ഞാൻ ഈ ക്വസ്റ്റ്യനിൽ n ഇട്ടില്ല, അതിന് പകരം i ഇട്ടാലോ? ഇവിടെ i എന്നാണ് ഇടുന്നത്, റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി i എന്നാണ് ഇടുന്നതെങ്കിലോ? i ആണ് വേരി ചെയ്യുന്നത്, ai. n എന്നുള്ളൊരു നമ്പർ അല്ലല്ലോ. n നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമുക്ക് എഴുതാൻ വേണ്ടി എന്താ നമ്മൾ എടുക്കുന്ന ഒരു വേരിയബിൾ അല്ലേ, അതെങ്ങനെ വേരി ചെയ്യും? അപ്പൊ ഇവിടെ നീ പറഞ്ഞതുപോലെ ഞാൻ an-ലാണ് അവസാനിപ്പിക്കുന്നത്, ഇന്റർസെക്ഷൻ an വരെ ഉള്ളൂ എങ്കിൽ ഓക്കെ, അത് ആൻസർ an ആയിരിക്കും. പക്ഷേ ഞാനത് അവസാനിപ്പിക്കുന്നില്ലല്ലോ. ഇൻഫിനിറ്റ് ടൈംസ് ക്വസ്റ്റ്യൻ അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണല്ലോ, ഇൻഫിനിറ്റ് വരെ പോവുകയല്ലേ, ഇൻഫിനിറ്റ് വരെ പോവുകയല്ലേ. i-ന്റെ വാല്യൂ 1 മുതൽ ഇൻഫിനിറ്റി വരെ പോവുകയല്ലേ, i-ന്റെ വാല്യൂ 1 ടു ഇൻഫിനിറ്റി വരെ പോവുകയല്ലേ. അപ്പോൾ ഇത് ഈ ഇന്റർസെക്ഷൻ എവിടെ അവസാനിക്കുന്നില്ല, അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്, ഒരിടത്തും സെറ്റുകൾ അവസാനിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ആരും ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ MG സെറ്റ് ആയിരിക്കും. n ഇവിടെ പ്രസക്തമേ അല്ല, അവസാനത്തെ ആൾ നമുക്ക് അറിയില്ലല്ലോ, അതായത് അൺബൗണ്ടഡ് സംഭവങ്ങളാണല്ലോ. അപ്പൊ അങ്ങറ്റത്തുള്ള ആൾക്കാരെ അറിയില്ല, അതാ പ്രശ്നം. ഓക്കെ, ഇത് ഡി മോർഗൻസ് ലോ. എന്താ ഡി മോർഗൻസ് ലോ? എന്താണ് ഡി മോർഗൻസ് ലോ? എയും ബിയും any two sets, let A and B are any two sets എയും ബിയും രണ്ട് സെറ്റ് ആണെങ്കിൽ then A union B the whole complement. എന്താണ് A union B the whole complement is equal to എന്താണ്? ഡി മോർഗൻസ് ലോ പഠിച്ചവരല്ലേ നമ്മൾ?